ഹലോ ലോയ്റ്റ് രാവിലെ തന്നെ കുറ്റിയും പറിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാ പോകുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങൾ മിയാ പാർക്ക് വരെ വന്നതാണ്. സൺറൈസ് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ എത്തിയപ്പോഴേക്കും സൺറൈസ് അതിന്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവിടെ ഒരു പരിപാടി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ല. അതാണ് മെയിൻ പ്രശ്നം പറ്റിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് വണ്ടി ഇട്ടിട്ട് ഇത്രയും നടക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വണ്ടി എടുത്തിട്ട് പോകുമായിരുന്നു നമുക്ക്. എന്താണെങ്കിലും നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ബിൽഡിങ്സ്. പിന്നെ അതിനകത്ത് തന്നെ ഒരു ലേക്ക് ഒക്കെ പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ ബോട്ട് ഉണ്ടായിരുന്നു. ഇതൊന്നും വർക്ക് ചെയ്യുന്ന ബോട്ടുകളല്ല കേട്ടോ, ഇങ്ങനെ അവർ ചുമ്മാ ഭംഗിക്ക് വെച്ചേക്കുന്ന പഴയ ബോട്ടുകളാണ്. ഒരു ജോഗിങ്ങിനൊക്കെ പോകാൻ പറ്റിയ പെർഫെക്റ്റ് വൈബ് ആട്ടോ അവിടെ. ഞാൻ പെട്ടെന്ന് ക്യാമറ ഒന്ന് പാൻ ചെയ്ത് നോക്കിയപ്പോൾ പഴയ സിനിമയിൽ സത്യനും ശീലയും നടക്കുന്ന പോലെ ഡാഡിയും മമ്മിയും റൊമാൻറ്റിക് ആയിട്ട് നടക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ്സിൽ വന്നിട്ട്. രാവിലെ ആയിരുന്നെങ്കിലും തിരക്കിനൊട്ടും കുറവുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഒത്തിരി ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കിടിലം വ്യൂയോടുകൂടെ ചായ കുടിച്ചിരിക്കാനാണ് ഞങ്ങൾ ആക്ച്വലി വന്നത്. പക്ഷെ ചതിച്ചു. ആ കട 8 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. എന്താണെന്ന് അറിയില്ല, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ മമ്മിക്ക് മുൻകൂട്ടി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് മമ്മി നേരത്തെ കോഫി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വണ്ടി ചെന്നിട്ട് അത് കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് തോന്നിയേ, അതുകൊണ്ട് തന്നെ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ ഇത് ഫ്ലാഗ് പാർക്ക് എന്നാ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് അടാറ് തട്ടുകടയിലാണ്. കുറച്ച് ദിവസമായിട്ട് റീലിനകത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ തന്നെ 10 റിയാൽസിന് നമുക്ക് ബൊഫേ ഉണ്ടെന്ന് കേട്ടിട്ട് പോയതാണ്. സംഭവം അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ റീലിനകത്ത് കണ്ട അത്ര ഹൈപ്പിലുള്ളതില്ല, ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ, നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രീൻ പീസ്, മറ്റേ ബാജി, അതേപോലെ തന്നെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു. പിന്നെ പുട്ട്, കപ്പ, മീൻകറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റ് കാരണം നല്ല ക്ഷീണമായിരുന്നു. അത് കാരണം വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഉച്ചയ്ക്ക് നൂഡിൽസ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ബീച്ചിലോട്ടാട്ടോ. ക്യാമ്പിംഗ് ഒന്നുമല്ല, ചുമ്മാ ഒരു ബീച്ചിലോട്ട് പോവുക. ഒരു ഇച്ചിരി ദൂരമുണ്ട്. അൽക്കോറിന്ന് ഒരു 10-45 കിലോമീറ്റർ അപ്പുറമുള്ള മെറൂണ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാട്ടോ ഞങ്ങൾ ഇന്ന് പോകുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ മേലെ ഉണ്ടായിരുന്നു ഇവിടേക്കുള്ള ദൂരം. അതുകൊണ്ട് ഞങ്ങൾ ഒരു 1 മണിക്കൂറോളം എടുത്തു അവിടെ എത്താൻ. പക്ഷെ അപ്പോഴത്തേക്കും വൈകുന്നേരമായി, ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി. ദോഹയിൽ ഒത്തിരി ദൂരെയുള്ള ബീച്ച് ആയതാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഖത്തറിലെ പകുതി ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അധികം ഇന്ത്യൻസിന് എനിക്ക് അവിടെ കാണാൻ പറ്റില്ല. കൂടുതലും അറബ്സും മൊറോക്കൻസും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ആ ബീച്ചിലുണ്ടായിരുന്നത്. എല്ലാവരും തന്നെ ക്യാമ്പിംഗ് ലക്ഷ്യമായിട്ടാണ് വന്നിരുന്നത്. എല്ലാവരും വണ്ടി ഇട്ട് അതിന്റെ നേരെ മുമ്പിൽ ഒരു ടെന്റ് അടിച്ചിട്ടുണ്ട്. ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ടാട്ടോ എല്ലാവരും വന്നിരുന്നത്. പക്ഷെ ഞങ്ങളത് എടുക്കാൻ വിട്ടുപോയി. എന്നിരുന്നാലും ടെന്റ് ഞങ്ങൾ മറന്നില്ല. അത് വണ്ടിക്കകത്ത് സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് ഡാഡി ആദ്യം തന്നെ അതെടുത്ത് അങ്ങ് അസംബിൾ ചെയ്തു. ഒരു ആലപ്പുഴക്കാരനായതുകൊണ്ടാണോ എന്നറിയില്ല, ഡാഡിക്ക് കടൽ കണ്ട ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ്. ഈ നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കരയുടെ അടുത്താണ് നിൽക്കുന്നതെന്ന്. പക്ഷെ അല്ലട്ടോ, ഞങ്ങൾ ഒത്തിരി ദൂരെയാണ് വണ്ടിയുടെ അടുത്തുനിന്ന്. ഇവിടെയുള്ള ബീച്ചുകളുടെ പ്രത്യേകതയാണ് അത്. തിര ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ, ഷാലോ വാട്ടേഴ്സ് ആയിരിക്കും. നമുക്ക് എത്രത്തോളം അങ്ങ് അറ്റം വരെ നടന്നാലും നമ്മുടെ മുട്ട് വരെയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് ആ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റത്തില്ല, പിന്നെ നിറയെ തിരയായിരിക്കും. ഇവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ നേരം അതിനകത്ത് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വിന്റർ ഈസ് കമ്മിങ് എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ആ തണുത്ത വെള്ളത്തിൽ കൂടെ കാല് ചവിട്ടി നിന്നപ്പോൾ അയ്യോ. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഫോൺ കൊണ്ടുവച്ചു. കാരണം വെള്ളത്തിൽ ഫോൺ തൊട്ടാൽ പിന്നെ പണി പാളും. ഞങ്ങൾ സ്റ്റേ അടിക്കാൻ വലിയ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രി ഞങ്ങൾ തിരിച്ചു. പക്ഷേ അവിടെ വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 80-90% ഓഫ് ആൾക്കാരും സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കാറിന്റെ ബാക്കിലായിട്ട് എല്ലാവരും ടെന്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് അവിടെ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബായിരുന്നു. പിന്നെ തിരക്കിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ ആ ഒരു സ്പേസ് ഫില്ലായിട്ടോ, കാരണം അത്ര തിരക്കായിരുന്നു. പിന്നെ വീക്കെൻഡ് ഒക്കെ ആണല്ലോ, എല്ലാവരും ഇതേപോലെ തന്നെ ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് ആഴ്ചയിൽ ഒരു ദിവസം ചില്ല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ. കുറെ നേരം വെള്ളത്തിൽ കിടന്ന് കുത്തി പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പായി. അവിടെ നേരെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ദോഹയിൽ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയ സിഗ്നേച്ചർ ബൈ മാർസ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. ദോഹയിൽ ഇപ്പോൾ റീസെന്റ് തുടങ്ങിയതുകൊണ്ടും നല്ല ഹൈപ്പ് ഉള്ളതുകൊണ്ടും നല്ല ഫുഡ് ആയതുകൊണ്ടുമാണ് ഈ റെസ്റ്റോറൻറ്റിൽ ഇത്രയും തിരക്ക്. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും ഫുഡ് വന്നപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഫുഡ് വാസ് ടോട്ടലി വർത്ത് ദ വെയിറ്റ്. നല്ല കിഡിലൻ ഇന്റീരിയർ ഡിസൈനിങ് ആട്ടോ അവിടെ ചെയ്തേക്കുന്നത്. നല്ലൊരു ഗ്രീൻ അറ്റ്മോസ്ഫിയർ. പക്ഷെ തിരക്ക് കാരണം ഞങ്ങൾക്ക് അത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ എന്തോ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിറയെ കുട്ടിപ്പട്ടാളങ്ങളായിരുന്നു. അവന്മാരിങ്ങനെ ഓടിക്കളിച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കുമായിരുന്നു കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ ഐറ്റം വന്നു. നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മട്ടൻ്റെ ഒരു സൂപ്പായിരുന്നു. അതിന്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, എക്സാക്ട് പേരൊന്നും. പക്ഷെ അതൊരു മട്ടൻ പായ സൂപ്പ്, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും സൂപ്പ് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാഡി പതിവ് പോലെ തന്നെ കടയുടെ മെനുവും പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സ്റ്റാർട്ടറായിട്ട് നമ്മൾ കഴിച്ചിരുന്ന ഒരു തായ് മാംഗോ സാലഡ് ആയിരുന്നു. അയ്യോ, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നല്ല ഫ്രഷ് മാംഗോ ആയിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് പീനട്സും പിന്നെ തായ് സോസസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ മെയിൻ കോഴ്സ് അതായി എത്തിയിരിക്കുന്നു. ഇതിന്റെ പേരാണ് സമുദ്രക്കൂട്ട്. ഇതിനകത്ത് ഒരുവിധം എല്ലാത്തരം സീ ഫുഡും ഉണ്ട്. എല്ലാം ഒരു സ്പെഷ്യൽ ടൈപ്പ് ഗ്രേവിയിൽ കുക്ക് ചെയ്തേക്കുവാണ്. തേങ്ങാപ്പാൽ ബേസ് വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയിലാട്ടോ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എസൻസ് ഒക്കെ അതിനകത്തോട്ട് നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്
ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഇടിയപ്പത്തിന്റെ ഒക്കെ കൂടെ അത് കഴിക്കാനായിട്ട്. പിന്നെ സൈഡായിട്ട് നമ്മൾ ബീഫിന്റെ ഒരു ഡ്രൈ ഡിഷും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബീഫ് കൊണ്ടാട്ടമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനകത്ത് കാഷ്യൂ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് നെയ്പ്പത്തൽ. മലബാർ റീജിയനിലൊക്കെ ഉള്ളവർക്കാണ് കുറച്ചും കൂടെ ഇത് പരിചയം. അതും ആ ഒരു ബീഫ് റോസ്റ്റും പിന്നെ ആ സമുദ്രക്കൂട്ടം കൂടെ കഴിക്കാൻ അയ്യോ കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓവറോൾ ഫുഡ് വൈസ് ആണെങ്കിലും കസ്റ്റമർ സർവീസ് വൈസ് ആണെങ്കിലും വി വർ സാറ്റിസ്ഫൈഡ്. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.